വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അതായത് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. സ്ഥലമെന്ന് പറയുമ്പം ഒരു ഐലൻഡ്. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ ഷെബാറ എന്ന് പറയുന്നൊരു ഐലൻഡ് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിച്ച് കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ യാത്ര ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു തരത്തിലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഷെബാറയിലാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇവിടെ വർക്കുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാം, പക്ഷേ കൺഫേം അല്ല എന്ന് പറഞ്ഞു. രാവിലെ ആയപ്പോൾ അത് കൺഫേം ആയി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി അത് കേട്ടപ്പോൾ. എനിക്ക് ശരിക്കും ഒരു ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും നല്ലൊരു ബ്രേക്കായി പോയി കേട്ടോ. നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഹോട്ടലിൽ വന്നിട്ട് അനൂപേട്ടൻ എനിക്ക് കഴിക്കാനൊക്കെ എടുത്തു തരാണ് കേട്ടോ. പേസ്ട്രീസ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കഴിക്കാനൊക്കെ എടുത്ത് തന്നു. ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എക്കിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എക്കി നമ്മുടെ കയ്യിലിരിക്കത്തില്ല. ഭയങ്കര ഓട്ടമാണ്. അവൻ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഭയങ്കര സെൽഫ് ലവിൻ്റെ ആളാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ഇവിടെ എക്കെ അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും എക്കെ അറിയാം. പിന്നെ ഞങ്ങൾ കഫറ്റേരിയയിൽ വന്നതാണ് കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ 4:30 ബോട്ടിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളെല്ലാം കാണട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ചെടി കറ്റാർവാഴയാണ് കേട്ടോ. ഇഷ്ടം പോലെ തഴച്ചു വളരും ഇവിടെ. ഒരു പൂ പോലെ കണ്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് കറ്റാർവാഴയ്ക്കകത്തുനിന്ന് വരുന്ന പൂവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തി. ഞങ്ങളുടെ ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇത് കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചെറിയ ബോട്ടാണ് കേട്ടോ. ഈ കടലിലെ വെള്ളം കണ്ടോ, ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബീച്ചൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 4:45 ആയി, ആ ടൈമായി. മുൻപ് ഈ ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കടലിൽ കൂടെയുള്ള യാത്ര എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ പോകുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്നോട്. അപ്പോൾ അതും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഈ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ തിരയൊക്കെ കാണാനും. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനെല്ലാം. അതുപോലെ ഈ സൂര്യൻ്റെ ഈ ലൈറ്റ്സൊക്കെ അടിക്കുമ്പം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ മൂവീസിലും അതുപോലെ പെയിൻറ്റിങ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിവിടെ തോന്നിയത്. അവിടെ കാണുന്നത് വേറൊരു ഐലൻഡാണ് കേട്ടോ. ഷൂറ എന്നാണ് പേര്, ഷൂറ ഐലൻഡ്.
അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എനിക്ക് കാണിച്ചു തന്നെയാണ് കേട്ടോ. അത് വേറൊരു ഐലൻഡാന്ന് പറഞ്ഞിട്ട് അവിടെയും വേറെ കുറേ ഹോട്ടൽസ് വരുന്നുണ്ട്. 67 അങ്ങനെ എന്തോ ഹോട്ടൽസ് വരുന്നുണ്ട്. നമുക്കിങ്ങോട്ട് ഒരു ഏകദേശം 20 മിനിറ്റിൻ്റെ യാത്രയുണ്ട് കേട്ടോ. നല്ല സ്പീഡിലുമാണ് ബോട്ട് വരുന്നത്. അങ്ങനെ ഇത് നമ്മൾ എത്താറായി. ആ കാണുന്നതാണ് ഷെബാറ ഐലൻഡ്. അവിടെ കാണുന്ന ക്യാപ്സ്യൂൾ ഷേപ്പിലുള്ള റൂംസാണ് കേട്ടോ. വില്ലാസാണ്. അപ്പോൾ ഇവിടെ റോയൽ സ്യൂട്ട്സ് ഉണ്ട്, 1 BHK ഉണ്ട്, 2 BHK ഉണ്ട്, 3 BHK ഉണ്ട്, 4 BHK ഉണ്ട്. അങ്ങനെ എല്ലാം ലക്ഷറി വില്ലാസാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ. പിന്നെ 2 ടൈപ്സ് വില്ലാസ് ഇവിടെ വരുന്നുണ്ട്. ഓവർ ദ വാട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബീച്ച് വില്ലാസും ഉണ്ട് കേട്ടോ. ഓവർ ദ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സീയുടെ മുകളിലായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബീച്ച് വില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കരയിലാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ ബീച്ചിൽ ഇറങ്ങാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തി ഗൈസ്. ഇതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ എനിക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ബഗ്ഗിയിൽ പോകണം, കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഈ ഷെബാറയിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.